Hi guys, welcome to my YouTube channel, Usually Maria. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പിന്നെ ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൂടിയാണ്. ഞാനപ്പോൾ 11:47 എണീച്ച് 12 മണിയാവുന്നതിന് മുമ്പ് എണീച്ച് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോണ വഴിക്ക് പൂച്ചനെ കണ്ട് പൂച്ചനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. കാർട്ടൂണൊക്കെ നിൽക്കും. എനിക്ക് ഓവർ വെളിച്ചം ഇഷ്ടമല്ല, എന്നാൽ നല്ല ഇരുട്ടായിട്ട് നിൽക്കണതും ഇഷ്ടമല്ല. എനിക്കൊരു എന്താ പറയുക, അതിൻ്റെ ഒക്കെ ഒരു ഇടയിലുള്ള വേണം. പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്ന് അപ്പോൾ എൻ്റെ ടേബിളിൽ നിറച്ച് ബുക്കും ഇതൊക്കെ അലമ്പായി കിടക്കുക, ഒന്നും ക്ലീനാക്കി വെച്ചില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇരുന്നു. മുടിയൊക്കെ ചിക്കി ലിപ് ബാമൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ. എന്നിട്ട് പിന്നെ എന്താ പറയുക, എൻ്റെ ജേണലൊക്കെ തുറന്ന് നോക്കി. ഞാൻ ഗോൾസൊന്നും മീൻസ് ടാസ്കുകളൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ എടുത്തു വെച്ചാൽ നമ്മൾ ചെയ്യണതിനനുസരിച്ച് എഴുതാന്ന്. അങ്ങനെ ഓവർ ചെയ്യാത്ത മീൻസ് നെഗറ്റീവായിട്ടുള്ള അങ്ങനത്തെ ഒരിതില്ലല്ലോ. ഞാൻ പറയണ മനസ്സിലാവുകൊണ്ട് കരുത്തണേ, ഞാൻ പറയണ എനിക്ക് തന്നെ മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്താ പറയുക, ദ ആർട്ട് ഓഫ് ലേസിനെസ് പറഞ്ഞ ബുക്ക് ഒരു 30 മിനിറ്റ്സ് വായിക്കാൻ നിർത്തി. അത് ഞാൻ ഇപ്പം നേരമാണ് വായിക്കാൻ തുടങ്ങിയത്, കുറേ ദിവസമായി വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ വായിച്ചു കഴിഞ്ഞ് ഇനി എനിക്ക് മറ്റേ വാട്ട് ഈസ് പ്രൊക്രാസ്റ്റിനേഷൻ പറഞ്ഞൊരു ഇതുണ്ട്, അത് വായിക്കാണ്ട് അത് വായിച്ച് അങ്ങനെ അതൊക്കെയാണ്. അങ്ങനെ തിരയണതാണ് കാണുന്നത്. അങ്ങനെ ഇതും വായിച്ച് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ടാണ് ഈ ബുക്ക് വായിക്കണം കേട്ടോ. ഡെയിലി ഒരു 30 മിനിറ്റ്സ് വായിക്കണം ഞാൻ ഒരു ഗോൾ അല്ലെങ്കിൽ ടാസ്ക് ആക്കിയിട്ട് വെച്ചിന്. അതിൽ ഡെത്ത് ക്യാലണ്ടർ അങ്ങനെ തന്നെ തോന്നും, അതൊക്കെ ഫിൽ ചെയ്ത് പിന്നെ 1 hour ടൈം വെച്ചിട്ട് ഞാൻ അക്കൗണ്ട്സ് റിവൈസ് ചെയ്യാൻ നോക്കി. എന്താ സെക്കൻഡ് ചാപ്റ്റർ എന്തോ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പകുതിയിട്ട് ഞാൻ റിവൈസ് ചെയ്ത് വെച്ചിന്. അപ്പോൾ എനിക്കിനി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുക 40 മിനിറ്റ്സ് ബാക്കിയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷനൊക്കെ എനിക്ക് മനസ്സിലാവില്ല. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അത് കഴിഞ്ഞിനി. പിന്നെ കടയിൽ നിന്ന് വന്ന് അപ്പം ഞാൻ മനപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ സമയം നോക്കുമ്പോൾ 1:40 ആയി. ഞാൻ കുറച്ചേരം വീഡിയോസൊക്കെ കണ്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞാൻ പിന്നെയും ഒരു 30 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് ഞാൻ ഇന്നലെ അലക്കിന് ഡ്രസ്സുകളുണ്ടായി അതൊക്കെ എടുത്തിട്ട് തോരട്ട് മയക്കായണ്ടാകാത്ത തോരട്ടിൽ. പിന്നെ പാത്രമൊക്കെ കഴുകി കൊടുത്തു, അമ്മനെ ഹെൽപ്പാക്കി പാത്രമൊക്കെ കഴുകി. ഞാൻ നല്ല കുട്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച്, അത് ഇതിൽ പറഞ്ഞില്ല. പിന്നെ 1 hour ടൈമർ വെച്ചിട്ട് ഞാൻ എക്കണോമിക്സാണ് തോന്നണേ പഠിച്ചത്. ഞാൻ എക്കണോമിക്സ് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചത്. എന്താ അങ്ങനെ ഒരു 25 മിനിറ്റ്സ് തോന്നണേ. അപ്പോൾ അന്നേരം കൊണ്ട് എന്താ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഒരു 30 മിനിറ്റ്സോടെ ടൈമർ വെച്ചിട്ട് എന്താ ഹിഷാം പറഞ്ഞ ഇൻഫ്ലുവൻസർ ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ് യൂട്യൂബിൽ. അപ്പോൾ എന്താ ഓൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് എന്താ പറയുക, കാണുമ്പോൾ കുറച്ചുകൂടി മോട്ടിവേഷൻ പഠിക്കാനുള്ള ഒരിതൊക്കെ വരും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ബുക്കൊന്നും തൊടാതെ ഇരിക്കുന്നു. ഇന്നലെയാണ് ഞാൻ ശരിക്കും മീൻസ് ഈ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ എന്താ പറയുക പിന്നെയും പഠിത്തം ഒന്നുകൂടി റീസ്റ്റാർട്ട് ആക്കുന്നത്. അപ്പോൾ അവൻ്റെ വീഡിയോസ് കണ്ട് പിന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കി 2 മിനിറ്റ്സ് ഓളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഖുറാനിൽ മദ്രസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ ബിസിനസ്സിന്
1 hour ടൈം വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. അതിൽ എൻ്റെ സ്കൂൾ വിട്ട് വന്ന് അവൾ എനിക്ക് സിപ്പപ്പൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഓക്ക് ട്യൂഷൻ എടുക്കണ ഞാൻ. അപ്പോൾ അതിൻ്റെ ടൈമായി. അപ്പം ഞാനത് അവിടെ ടൈമർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഓൾക്കൊരു 1 hour ഞാൻ ഡെയിലി ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, കടിക്ക് അമ്മ പറഞ്ഞ് ശർക്കര വാങ്ങിയിട്ട് വരാം. എന്താ പറയുക, ചക്ക കൊണ്ട് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര വാങ്ങാൻ വേണ്ടി പോയ വഴിക്ക് ഒരു ചോക്കോബാറും തേമുട്ടായും കടലയും വാങ്ങി. പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എന്താ പറയുക, നല്ല മഴയൊക്കെ പെയ്ത് ആ ഒരു സ്ഥലമൊക്കെ നല്ല രസമായി കാണാൻ. അപ്പോൾ അപ്പുറത്തെ പട്ടിക്കുട്ടീനെ നോക്കി ഓനക്ക് ചോക്കോബാർ വേണം ചോദിച്ച് അതിനകത്ത് കൊതിപ്പിച്ച് അതിന് ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പെരേക്ക് പോയി. വീടിൻ്റെ അടുത്തിപ്പം വെച്ച് എന്താ പറയുക, അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ പറിച്ച് ഇങ്ങനെ പോകണേ. അപ്പം അതൊക്കെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ എന്നോ വെച്ച അലാറം ഫോണിൽ പഠിച്ച് അപ്പം അത് ഓഫാക്കി ഞാൻ എൻ്റെ കടലയും തേമുട്ടായിയൊക്കെ എടുത്ത് അത് തിന്ന് എന്താ പറയുക. അപ്പം ഷിലു ഓള് ടേബിളും കാര്യങ്ങളൊക്കെ അലങ്കോലൊക്കെ ഞാൻ ഓക്കൂ 2 കടലയും തേമുട്ടായിയൊക്കെ കൊടുത്തിങ്ങനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞമ്മ ഞാൻ വെറുതെ കയറ്റിയുണ്ട് അടുക്കളയിൽ കുളിച്ച് കുറച്ച് പണിയൊക്കെ തന്നു. ശർക്കര ഉരുക്കിയത് തണുപ്പിച്ചാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞതൊക്കെ വീഡിയോ എടുത്തോ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുത്തു. അങ്ങനെ അതൊക്കെ. പിന്നെ അമ്മനെ ഹെൽപ്പാക്കിയിട്ടാണ്. അങ്ങനെ എനിക്ക് മദ്രസിൻ്റെ ക്ലാസ് ഒരു 7:30 ആയപ്പോൾ തുടങ്ങി. ക്ലാസ്സൊക്കെ കേട്ട് ക്ലാസ്സിൽ തന്ന വർക്ക് ചെയ്ത് പിന്നെ ഞാൻ നേരത്തെ ബാക്കി വെച്ച് ബിസിനസ് വായിച്ച് പകുതിയപ്പോൾ പിന്നെ എനിക്ക് മൂഡ് പോയി. പിന്നെ ഇപ്പം ഞാനെത്തി അങ്ങാടി പോയി വന്നപ്പോൾ ചിപ്സ് കൊടുന്നേന് അത് കഴിച്ചത് ഒരു രസമില്ല. അപ്പോൾ അതവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് പിന്നെയും കുറച്ച് നേരം വായിച്ചു നോക്കി. പിന്നെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി വായിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. പിന്നെ എനിക്ക് വിശക്കുണ്ടാവും, ഫുഡ് കഴിച്ച്. അങ്ങനെ മാന്തിപ്പാന്തിപ്പം എല്ലാവരും ഇരുന്നുണ്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ട്. അങ്ങനെ അത്രയുള്ള ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും കരുതണേ. പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടവർക്കും പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.